ഇപ്പോൾ വരുന്ന പുതിയ വിവരം ഇറാനിൽ നിന്നുള്ളതാണ്. ഇറാനിൽ കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമനയുടെ മകൻ മൊജ്തബ ഖമനയെ ഇറാന്റെ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തിരിക്കുന്നു. അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ആണ് മൊജ്തബയെ പരമോന്നത നേതാവായി പ്രഖ്യാപിച്ചത്. തന്റെ അംഗീകാരമില്ലാതെ ഇറാന്റെ പുതിയ നേതാവിന് അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കി. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. ബാരലിന് $100 കടന്നിരിക്കുന്നു. അതേസമയം 10ാം നാളിലും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണം തുടരുകയാണ്. ഇനി മധു കൊട്ടാരക്കരയാണ് ചേരുന്നത് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന്. മധു, ആക്രമണം ഒരു വശത്ത് തുടരുന്നു. ട്രംപ് കരുതിയ നിലയിൽ അത്ര വേഗം ഒരു ഭരണമാറ്റം സാധ്യമല്ല എന്നത് വ്യക്തമായിരിക്കുന്നു. പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു ഇറാൻ. 7 അമേരിക്കൻ സൈനികരാണ് ഈ സംഘർഷത്തിനിടയിൽ കൊല്ലപ്പെട്ടത്. അമേരിക്കയിലും സ്വാഭാവികമായി ലോകത്തെമ്പാടും ഈ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു. അതിൽ മുറിമുറുപ്പുകൾ ഉയരുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് സ്മിത. ഗോകുൽ, ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്ന നടപടികൾ പൂർത്തീകരിക്കുന്ന ഈ സമയത്ത് ഇറാനെതിരെ വളരെ കടുത്ത നിലപാടുമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് വന്നിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ പറഞ്ഞത് തന്നെ ആവർത്തിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തന്റെ അംഗീകാരമില്ലാതെ ഇറാന്റെ ഒരു പുതിയ നേതാവിന് അധികകാലം പിടിച്ചു നിൽക്കുവാൻ കഴിയില്ലെന്നാണ് ട്രംപ് ഇന്ന് നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ ഒരു അമേരിക്കൻ സൈനികൻ കൂടി കൊല്ലപ്പെട്ടതായിട്ട് US സെൻട്രൽ കമാൻഡാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതോടെ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം കൊല്ലപ്പെട്ട US സൈനികരുടെ എണ്ണം 7 ഉയർന്നിരിക്കുകയാണ്. മാർച്ച് 1 സൗദി അറേബ്യയിലെ അമേരിക്കൻ സൈനികർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിലാണ് ഈ സൈനികന് വളരെ ഗുരുതരമായിട്ട് പരിക്കേറ്റിരുന്നു. ചികിത്സയിലായിരുന്നു ഈ സൈനികൻ. ശനിയാഴ്ച രാത്രിയോടെയാണ് ഈ മരണം സംഭവിച്ചതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ സൈനികന്റെ പേരോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളോ ഒന്നും പെന്റഗണോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരോ പുറത്തു വിട്ടിട്ടില്ല. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ആശങ്കപ്പെട്ടിരുന്ന ആ വാർത്ത തേടിയെത്തുകയാണ്. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ ഒരു വില $100 മുകളിൽ എത്തിയിരിക്കുകയാണ്. 2022 റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ സമയത്താണ് ഇതുപോലെ ഒരു എണ്ണവില ഇങ്ങനെ വിപണിയിൽ ഉയർന്നത്. ഇറാനിലെ ഈ സൈനിക നീക്കങ്ങൾ അതുപോലെ ഹോർമോസ് കടലിടുക്കിലെ ഗതാഗത തടസ്സങ്ങളുമാണ് ഇപ്പോൾ ഈ എണ്ണ വിപണിയെ സ്വാധീനിക്കുന്നത്. എണ്ണ വിപണിയിലുണ്ടായ ഈ വർധനവ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതി രാജ്യങ്ങളിൽ ഇന്ധനവില വർധനവിനും അതുപോലെ തന്നെ പണപ്പെരുപ്പത്തിനും ഒക്കെ കാരണമാകുമെന്നാണ് അമേരിക്കയിൽ നിന്നുള്ള സാമ്പത്തിക വിദഗ്ധർ പോലും മുന്നറിയിപ്പ് നൽകുന്നത്. ഈ സംഘർഷം ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ എണ്ണവില ഒരു $125 വരെയൊക്കെ എത്തിയേക്കാമെന്നാണ് ഇപ്പോഴുള്ള ഒരു കണക്കൂട്ടൽ. അതേസമയം ഈ ഇറാൻ യുദ്ധത്തെ ചൊല്ലി അമേരിക്കയും ബ്രിട്ടനും തമ്മിൽ അത്ര രസത്തിലല്ലായിരുന്നു. അവർ തമ്മിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ അതുകൊണ്ടായിരിക്കാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇന്ന് ചർച്ച നടത്തുകയുണ്ടായി. യുദ്ധത്തിൽ ബ്രിട്ടന്റെ പിന്തുണ വൈകിയതിനെയൊക്കെ ട്രംപ് പരസ്യമായി വിമർശിച്ചതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇന്ന് ഈ ഫോൺ സംഭാഷണം നടന്നത്. മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സാഹചര്യങ്ങൾ 2 നേതാക്കളും ചർച്ച ചെയ്തു. അതുമാത്രമല്ല ഈ മേഖലയിലെ സഖ്യകക്ഷികളുടെ പ്രതിരോധത്തിനായി റോയൽ എയർഫോഴ്സിന്റെ സൈനിക താവളങ്ങൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഇരു നേതാക്കളും ധാരണയിലെത്തിയതായിട്ട് സ്റ്റാമറുടെ ഓഫീസ് തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇറാനെതിരെ ആദ്യം പങ്കെടുക്കാതിരുന്ന ബ്രിട്ടന്റെ നിലപാടിനെ പരിഹസിച്ചായിരുന്നു ട്രംപ് ഒരു പോസ്റ്റ് നടത്തിയത്. യുദ്ധം ജയിച്ചു കഴിഞ്ഞിട്ട് സഹായിക്കാൻ വരുന്നവരെ ആവശ്യമില്ല, ബ്രിട്ടൻ ഒരു പഴയ സുഹൃത്തെന്നൊക്കെയായിരുന്നു ട്രംപ് വിശേഷിപ്പിച്ചിരുന്നത്. സ്മിത, ഗോകുൽ. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ ചേർന്നത്. ഏതായാലും സാമ്പത്തിക ആഘാതം, സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്താവും എന്നത് വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട് ലോകത്തെമ്പാടും. ഒപ്പം ഒരു വശത്ത് ആക്രമണം ഇങ്ങനെ തുടരുകയാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും ഇറാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.